ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഇന്ന് പുറത്തുവിടുമെന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത. അത് പക്ഷേ ആ റിപ്പോർട്ട് പുറത്തു വിടേണ്ട എന്ന് സർക്കാർ തീരുമാനിച്ചു എന്നുള്ളതാണ് ഏറ്റവും ബ്രേക്ക് ചെയ്യുന്ന വാർത്ത. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടേണ്ട എന്ന് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. നടി രഞ്ജിനി ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ച സാഹചര്യത്തിലാണ് തീരുമാനം. ഹർജി തിങ്കളാഴ്ചയാണ് കോടതി പരിഗണിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യപ്പെടുക എന്നുള്ളതായിരുന്നു നമ്മൾ രാവിലെ നോക്കിയിരുന്നതും. ഏതായാലും ടിൻഡു ദാസ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ടിൻഡു, ഈ ഹർജി നൽകിയിരിക്കുന്ന സാഹചര്യം, ഹർജി തിങ്കളാഴ്ച പരിഗണിക്കാനിരിക്കെ ഇന്നിപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തുവിട്ടാൽ എങ്ങനെയാകും എന്നത് പ്രേക്ഷകരെല്ലാവരും ഉന്നയിച്ചൊരു ചോദ്യമാണ്. അപ്പോൾ സർക്കാരിന്റെ തീരുമാനം എന്താണ്? ഈ ഒരു ഹർജി തിങ്കളാഴ്ച വരുന്നത് പരിഗണിച്ചുകൊണ്ടാണോ? തീർച്ചയായിട്ടും വീണ, 233 പേജുള്ള ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഇന്ന് പുറത്തു വരുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ലഭിച്ചിരുന്ന വാർത്ത. പക്ഷേ അതിപ്പോൾ നിലവിൽ ഈ സാഹചര്യത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വിടേണ്ട എന്നാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. നടി കൂടിയായിട്ടുള്ള രഞ്ജിനി ഇതുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി ഹർജി നൽകിയിട്ടുണ്ട്. ഹൈക്കോടതി നൽകിയുള്ള ഹർജി ഇങ്ങനെയാണ്: താൻ ഉൾപ്പെടെയുള്ളവർ ഈ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട മൊഴി നൽകിയിട്ടുണ്ട്. അതിൽ ഏതൊക്കെ ഭാഗങ്ങൾ പുറത്തു വരുമെന്നൊരു നിശ്ചയമില്ല. ആ ഏതൊക്കെ ഭാഗങ്ങളാണ് പുറത്തു വിടുന്നത്, അതോടൊപ്പം തന്നെ സ്വകാര്യത സൂക്ഷിക്കേണ്ട വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നൊരു അറിയിപ്പുണ്ടാകണം. അല്ലാത്ത പക്ഷം അത് പുറത്തു വിടരുത് എന്നാണ് രഞ്ജിനി ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ ആവശ്യപ്രകാരമാണ് സർക്കാർ ഇപ്പോൾ ഒരു തീരുമാനമെടുത്തിട്ടുള്ളത്. രഞ്ജിനി നൽകിയിട്ടുള്ള ഹർജിയിൽ മേൽ വിധി വന്നതിന് ശേഷം, അല്ലെങ്കിൽ ആ ഹർജി പരിഗണിച്ചതിന് ശേഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വിട്ടാൽ മതി എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. 2017 മലയാള സിനിമയിലെ സ്ത്രീ സമൂഹങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചും, അല്ലെങ്കിൽ സിനിമാ ലോകത്ത് എന്തെങ്കിലും തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് 2017 ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എടുക്കുന്നത്. അതിനുശേഷം ഏറെ കാലങ്ങൾക്ക് ശേഷം റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നില്ല. അതിനുശേഷമാണ് മാധ്യമ സ്ഥാപനങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിവരാവകാശം നൽകിയത്. ഈ വിവരാവകാശം 2 തവണ പുറത്തുവിടുമെന്ന് സർക്കാർ പറഞ്ഞിരുന്നെങ്കിലും പല കാരണങ്ങളാൽ മുടങ്ങുകയായിരുന്നു. എന്തായാലും നിലവിൽ ഇപ്പോൾ രഞ്ജിനി നൽകിയ ഹർജിയിൽ മേൽ തീരുമാനമുണ്ടായതിനു ശേഷം മാത്രം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടാൽ മതി എന്നാണ് ഈ സർക്കാരിന്റെ തീരുമാനം. സ്വകാര്യതയെ ബാധിക്കുന്ന ഭാഗങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടായിരിക്കും പ്രസിദ്ധീകരണമെന്ന് സർക്കാർ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. പേജ് നമ്പർ 49 96 ഖണ്ഡികയും 81 മുതൽ 100 വരെയുള്ള പേജുകളിലെ 165 മുതൽ 196 വരെയുള്ള ഭാഗങ്ങളും ഒഴിവാക്കിക്കൊണ്ട് വേണം റിപ്പോർട്ട്, അല്ലെങ്കിൽ വിവരാവകാശം വഴി റിപ്പോർട്ട് പുറത്തുവിടേണ്ടതെന്നായിരുന്നു സർക്കാർ തീരുമാനം. ഇതിൽ ഒരു വിശ്വാസ്യത തോന്നാത്തത് കൊണ്ടായിരിക്കണം നടി രഞ്ജിനി ഇത്തരത്തിൽ ഹൈക്കോടതിയിലേക്ക് പോയത്. എന്തായാലും ഈ ഹൈക്കോടതി ഈ വിഷയം പരിഗണിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുക. വീണ, ഒറ്റ ചോദ്യം കൂടി, കാര്യം നമുക്ക് ഒട്ടനവധി വാർത്തകളിലേക്ക് പോയിട്ടുണ്ട്. ഇതേക്കുറിച്ച് വിശദമായ ചർച്ച ഇന്ന് നടക്കണം. അത് 10 മണി മുതൽ ഈ വിഷയത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് എല്ലാവരും പ്രതികരിക്കണം. വനിതാ കമ്മീഷൻ അധ്യക്ഷ അടക്കമുള്ളവർ പ്രതികരിക്കണം. ടിൻഡു, ഒറ്റ ചോദ്യം. ഇതിപ്പോ ഒരു കാരണം കാത്ത് ഇരുന്ന പോലെയുണ്ടല്ലോ സർക്കാർ നടപടി. എങ്ങനെ പുറത്തുവിടാതിരിക്കാം എന്നുള്ളത്, ഈ സ്വകാര്യതയെക്കുറിച്ചൊക്കെ വലിയ ആശങ്ക പറയുമ്പോൾ എന്താണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട്? സിനിമാ രംഗത്ത് സ്ത്രീകൾ, പെൺകുട്ടികൾ നേരിടുന്ന വിവിധ തരത്തിലുള്ള പീഡനങ്ങൾ തുറന്നു കാണിക്കുന്ന റിപ്പോർട്ട്. അത് പുറത്തു വിട്ടാലാണ് ഇതിനെതിരെ ഒരു നടപടി, മുൻകരുതൽ, ജാഗ്രത ഒക്കെ ഉണ്ടാവുക. അപ്പോൾ ആരുടെ താല്പര്യമാണ് സർക്കാർ സംരക്ഷിക്കുന്നത്? അതുപോലെ WCCയെ കുറിച്ച് കേൾക്കാനും ഇല്ലല്ലോ ഇപ്പോൾ. അത് അങ്ങനെ ഒരു പ്രശ്നം നിലനിൽക്കുന്നു. അതായത് എന്ത് താല്പര്യപ്രകാരമാണ് ഈ റിപ്പോർട്ട് പുറത്തുവിടാത്തത്? WCC എന്ന സംഘടന രൂപീകരിച്ചു. ആ സംഘടനയുടെ പ്രതിനിധികൾ ഉൾപ്പെടെയാണ് ഹേമ കമ്മിറ്റിയിൽ മൊഴി നൽകിയിട്ടുണ്ട്. 2017 നിയോഗിക്കപ്പെട്ട സമിതി 6 മാസത്തിനകം പഠന റിപ്പോർട്ട് നൽകണമെന്നായിരുന്നു സർക്കാർ അറിയിച്ചിരുന്നത്. 2019 ഡിസംബറിൽ കമ്മീഷന്റെ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. 2019 കഴിഞ്ഞ് ഇപ്പോൾ ഏതാണ്ട് 5 വർഷം പിന്നിട്ടിരിക്കുന്നു. എന്നിട്ടും സർക്കാർ ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ തയ്യാറാകുന്നില്ല. ആ സാഹചര്യത്തിൽ കൂടെയാണ് ഇത്തരം പ്രശ്നങ്ങൾ, അതായത് ഈ സിനിമാ ലോകത്തെ ഇത്തരം പ്രശ്നങ്ങൾ പുറത്തു കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മാധ്യമ സ്ഥാപനങ്ങൾ ഈ വിവരാവകാശം നൽകുന്നത്. പല ഘട്ടങ്ങളിലായി ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നതുമായിട്ട് സർക്കാർ ഓരോ കാരണങ്ങൾ കണ്ടെത്തുകയായിരുന്നു. നേരത്തെ പ്രതിഭ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ രഞ്ജിനി നൽകിയിരിക്കുന്ന ഹർജിയിൽ തീരുമാനമുണ്ടായതിനു ശേഷം മാത്രം റിപ്പോർട്ട് പുറത്തുവിടാമെന്ന് പറയുമ്പോഴും സർക്കാരിന്റെ താല്പര്യം എന്തെങ്കിലും ഒരു കാരണം കിട്ടുക, ആ കാരണം കൊണ്ട് റിപ്പോർട്ട് വീണ്ടും പൂഴ്ത്തിവെക്കുക എന്നുള്ളത്
ഉദ്ദേശം കൂടി ഇതിലൂടെ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഏറെ കാത്തിരുന്നതും ഏറെ ചർച്ച ചെയ്യപ്പെട്ടതുമായിട്ടുള്ള ഒരു റിപ്പോർട്ട്, അല്ലെങ്കിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന, അല്ലെങ്കിൽ ഒരു സമൂഹത്തെ ഒരു വിഭാഗത്തെ അല്ലെങ്കിൽ സ്ത്രീകളെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു കൂട്ടം സ്ത്രീകൾ അനുഭവിക്കുന്ന വിഷയങ്ങൾ സർക്കാരും മൗനം പാലിക്കുകയാണെന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട തിങ്കളാഴ്ച കഴിയുമ്പോൾ അനുകൂലമായിട്ടുള്ള തീരുമാനം ഉണ്ടാകും. ഒരുപക്ഷെ അങ്ങനെ ഉണ്ടായിട്ടില്ല എങ്കിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നും വീണ്ടും ഇതുപോലുള്ള ന്യായീകരണം പറഞ്ഞുകൊണ്ട് ഈ സർക്കാർ ഈ റിപ്പോർട്ട് വൈകിപ്പിക്കാനുള്ള സാധ്യത മുന്നിൽ കാണുന്നുണ്ട്.